ലോകോത്തരമായ ഒരു തുറമുഖം ഇന്ത്യയിലെയും ഏഷ്യയിലെയും ലോകത്തിലെയും വളരെ പ്രധാനപ്പെട്ട ഒരു മദർ പോർട്ട് അതിൻ്റെ ഉദ്ഘാടനം അല്പത്തരമാക്കി. അതിൻ്റെ തുടക്കം മുതൽ സ്വാഗത പ്രാസംഗൻ മുതൽ അതിനെ അലുമ്പാക്കി. പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ സ്റ്റേജിൽ വന്നിരുന്നു. പ്രവർത്തകർ ഭാരത് മാതാ കീ ജയ് വിളിച്ചപ്പോൾ കൂടെ പ്രതികരിച്ച് വിളിച്ചു. ഉടൻ നമ്മുടെ മുഹമ്മദ് റിയാസ് മരുമകൻ അതിനെ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ്. ഞങ്ങൾ മന്ത്രിമാർ സദസ്സിൽ, രാഷ്ട്രീയ നേതാവ് വേദിയിൽ. അത് അല്പത്തരമായിപ്പോയെന്ന് പറഞ്ഞു. അപ്പോഴത്ത് മുതൽ അല്പത്തര കച്ചവടം തുടങ്ങിയതാണ് നമ്മുടെ വിഴിഞ്ഞത്ത്. പിന്നെ വാസവൻ വന്നു, സ്വാഗതം പറയാൻ തുടങ്ങിയപ്പോൾ വലിയ അല്പത്തരങ്ങളാണ് പറഞ്ഞത്. കാരണഭൂതൻ, കർമ്മയോഗി, കാലാതീതമായ ശക്തി, അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രിയായി വാനോളം പുകഴ്ത്തി. മഴയില്ലാത്ത നാട്ടിൽ മഴ കൊണ്ടുവന്ന ഋഷ്യശൃംഖനാണ്. പിന്നെ ആദികാവ്യം എഴുതിയ രാമായണം എഴുതിയ വാൽമീകിയാണ്. മഹാഭാരതം എഴുതിയ വ്യാസനാണ്. ഇന്ത്യ കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരിയാണ്. ഇദ്ദേഹമില്ലായിരുന്നെങ്കിൽ ഇവിടെ പ്രളയവും ഭൂകമ്പവും വെള്ളപ്പൊക്കവും ഒക്കെ വന്ന് കേരളം ഭൂമിക്കടിയിൽ പോകും, കടലെടുത്തുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് മറിച്ച് തള്ളി നാശക്കോട്ടയാക്കി. അപ്പോൾ അത് മുഖ്യമന്ത്രി ഇരുന്ന് ആസ്വദിക്കുകയും ചെയ്യുന്നത്. സാധാരണ മുഖ്യമന്ത്രി ഇതെങ്ങനെ ആരെങ്കിലുമൊക്കെ പിന്നെ സ്വാഗത പ്രാസംഗികനോ ആരെങ്കിലുമൊക്കെ ഒന്ന് വഴിവിട്ട് നീട്ടിപ്പോയാൽ മുഖ്യമന്ത്രി ഉടൻ തന്നെ ഷൗട്ട് ചെയ്യുകയും അല്ലെങ്കിൽ നിർത്തൂ എന്നൊക്കെ പറയുന്നതാണ്. ഇത് മുഖ്യമന്ത്രിയും ആസ്വദിച്ചെന്നാണ് തോന്നുന്നത്. ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ വാസവൻ്റെ വക അല്പത്തരം തള്ള് നന്നായി അവിടെ കച്ചവടം നടന്നു. ഉടൻ അത് കഴിഞ്ഞിട്ട് അടുത്ത് വന്ന ആളുകളും വിട്ടില്ല. പ്രധാനമന്ത്രിയും കൊട്ടുവാനുള്ള ആവശ്യത്തിന് കൊട്ടു കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊട്ടു കൊടുത്തു. ഇന്ത്യ മുന്നണിക്ക് ആവശ്യമുള്ള കൊട്ടു കൊടുത്തു. അദാനിയെ ഇഷ്ടപ്പെടാത്ത രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എങ്ങനെയാണ് ഇത് ഉറങ്ങുക? കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് ബൂർഷ്വാസിയായ അദാനിയുമായി പാർട്ട്ണറാക്കുന്നത്? അതിന് മുമ്പേ വാസവൻ ഈ മലയാളം പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഞങ്ങളുടെ പങ്കാളിത്തമുണ്ടെന്ന് പറയും. പക്ഷേ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ഗൗരവമുള്ള വാക്കായി മാറും. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒരു വ്യവസായ രംഗത്ത് ഞങ്ങളുടെ പങ്കാളിയാണ്, വ്യാവസായിക രംഗത്തും അല്ലെങ്കിൽ വികസന രംഗത്ത് ഞങ്ങളുടെ പങ്കാളിയാണ് അദാനി എന്ന് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല. അതേസമയം ഗവൺമെൻറ്റിൻ്റെ പാർട്ട്ണറാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കഥ മാറി. അത് തന്നെ നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അത് ഒരു വഴിക്ക് അങ്ങനെ പോയി. പിന്നെ മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ 63% മുതൽ 65% വരെ തുക കേരളമാണ് മുടക്കിയത്. ഇത് കേരളത്തിൻ്റെ നവകേരള പദ്ധതിയാണ്. അപ്പോൾ മോഡി വിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഇത് വികസിത ഭാരത പദ്ധതിയാണ്, ഇതും ഞങ്ങൾ നേടി, ഇതും സാധ്യമാക്കി മുഖ്യമന്ത്രി. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വാസവൻ നേരത്തെ ഒരു കാര്യം ഒന്നുകൂടി അടിച്ചിരുന്നു. LDF വരും, എല്ലാം ശരിയാകും. ഇപ്പോൾ മനസ്സിലായില്ലേ എല്ലാം ശരിയായെന്ന്? ഇങ്ങനെ സ്വാഗത പ്രാസംഗികൻ തൊട്ട് എല്ലാവരും അവരവരുടെ വക അല്പത്തര അപ്പം കച്ചവടം അവിടെ നടത്തി. ആ സമയത്ത് തന്നെ നമ്മളെ VT ബൽറാമിനെ പോലെയുള്ള ആളുകൾ ഇരുന്ന് ഫേസ്ബുക്കിൽ കച്ചവടം തുടങ്ങി. ഇന്നും തോർന്നിട്ടില്ല. ഇപ്പോഴും മഴ തോർന്നാലും മരം പെയ്തുകൊണ്ടിരിക്കും, തോരില്ല എന്ന് പറയുന്ന പോലെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും തോർന്നിട്ടില്ല മഴ. വിവാദങ്ങളുടെ മഴ, അലുമ്പാക്കുക, അലുക്കുലുക്ക്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എത്ര മോശമാണ്! വളരെ മനോഹരമായൊരു പദ്ധതി. അദാനിയും കിരൺ അദാനിയും എല്ലാവരും മരുമക്കളും ചെറുമക്കളും എല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ലോകം മുഴുക്കെ ഇത് പോവുകയല്ലേ? ഇത്ര അലുമ്പാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ദിവ്യ ചേച്ചിയുടെ വക തിരുവാതിരയായിട്ട് വന്നിട്ടുണ്ട്. ചേച്ചിയും കുറേ അലുമ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആയ രാജാവിൻ്റെ കാലത്തോട്ടുള്ള കഥകൾ. പിന്നെ അതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റിന് ചിലത് കൊടുക്കണം, അത് കൂടുതൽ കൊടുക്കണം. അപ്പം പങ്കുവയ്ക്കുമ്പം ഈ ഗവൺമെൻറ്റിന് 4-5 കൂടുതൽ കൊടുക്കണം. അങ്ങനെയൊക്കെ ഉള്ള കഥകളുമായിട്ട് നമ്മുടെ ഈ ചേച്ചി രംഗത്ത് വന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ എല്ലാവരും കൂടി ഭൂലോകത്തറയാക്കി നമ്മുടെ ഉദ്ഘാടന പരിപാടി. ഇനി അത് വീഡിയോ ഒക്കെ ഇട്ട് ചരിത്രത്തിൽ നാളെ പിള്ളേർ നോക്കുമ്പോൾ വളരെ മോശമായിരിക്കും. ശശി തരൂർ പറഞ്ഞു, പ്രഭാഷകരിൽ ആരെങ്കിലും ഒരാൾ ഉമ്മൻചാണ്ടിയുടെ പേര് പറയണമായിരുന്നു.
ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഫ്ലെക്സ് വയ്ക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ പേര് ആരും പറഞ്ഞില്ല എന്നുള്ള പരാതികൾ വരുന്നു. സതീശനെ വിളിച്ചു, സതീശന് പോകാൻ പറ്റിയില്ല, പോയില്ല സതീശൻ. പോയെങ്കിലും ജോലിയായനെ. ആരെ പ്രകീർത്തിച്ച് പറയും? അദാനിയെ പ്രകീർത്തിച്ച് പറഞ്ഞാൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇഷ്ടപ്പെടുമോ? ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞാൽ പിണറായി വിജയൻ ഇഷ്ടപ്പെടുമോ? പിണറായി വിജയനെ ഉയർത്തി പറഞ്ഞാൽ മോഡിക്ക് ഇഷ്ടപ്പെടുമോ? മോഡിയെ വല്ലാതെ ഉയർത്തിയാൽ പിണറായിക്ക് ഇഷ്ടപ്പെടുമോ? അപ്പോൾ സതീശൻ പോയിരുന്നെങ്കിൽ ആകെ അലുമ്പാവുമായിരുന്നു. അത് വേറെ അലുമ്പാവും. പോകാതിരുന്നത് ഉർവശി ശാപം ഭദ്രം ഉപകാരമായെന്ന് പറഞ്ഞ കണക്കാണ് സതീശൻ ജിക്ക് നമുക്ക് പറ്റിയത്. അദ്ദേഹം പോകാതിരുന്നത് എത്രയോ മാന്യം, നന്നായി. അപ്പോൾ ഇതെല്ലാം കൂടി ആകെ അലുമ്പാക്കി. മലയാളി ഇങ്ങനെയാണ്. നല്ല സദ്യ ഉണ്ടാക്കും, അതിനകത്ത് കുറച്ച് കാഷ്ടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേസ്റ്റോ ഒക്കെ എടുത്ത് വയ്ക്കും ആ ഇലയുടെ സൈഡിൽ. അതിൻ്റെ നാറ്റം കാരണം മൊത്ത സദ്യയും കുളമാകും. ഇങ്ങനൊരു അഴുക്ക ശീലമുണ്ട് മലയാളിക്ക്. എല്ലാവരും ഇതിൻ്റെ കൊട്ടേഷൻ എടുക്കാൻ നടക്കും, എല്ലാവരും ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ നടക്കും. ഇത് ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെട്ടു പോവുകയോ നീണ്ടു പോവുകയൊക്കെ ചെയ്തെങ്കിൽ പറഞ്ഞ് അയ്യോ ഞാൻ അന്നേ പറഞ്ഞതാണ്, ഇതൊന്നും അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് കൈവഴി. വിജയിച്ചാൽ 1000 അച്ഛന്മാർ, തന്തമാർ, പിതാക്കന്മാർ, പിതൃത്വം പറയാം. തോറ്റാൽ ഒരു പട്ടിക്കുഞ്ഞും കാണുകയില്ല. എന്തൊരു നാടാണിത്! എത്ര മനോഹരമായി നടത്താവുന്നൊരു പാല് കാച്ചായിരുന്നു. അത് പാല് തൂവി, പായസം തൂവി, ആളുകൾ കിട്ടിയവരെല്ലാം പങ്കുവച്ച് ആകെ അലമ്പ് നാശക്കോട്ടയായി. ഇഡ്ഡലി എടുത്തെറിഞ്ഞ് പായസം ചമ്മന്തി കോരി ഒഴിച്ച് നാശക്കോട്ടയാക്കുന്ന, അശകൊശ ആക്കുന്ന നാറാണത്ത് ഭ്രാന്തൻ്റെ പണിയാണ് അവിടെ നടന്നത്. ഇങ്ങനെ നമുക്ക് പറ്റും. അതാണ് മലയാളി.